Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. Prayer. Prayer. ഞാൻ പാടാം മാം. Good morning, ma'am. Good morning, all. Thank you, Lord, for this new day, for work and play, for friends and stay. Thank you for the sun so bright, for sleeping and stars that shine at night. Thank you all. Thought of the day. Sign in, Maria. Thought of the day, ഞാൻ പറയാം. Success is walking from failure to failure with no loss of enthusiasm. Yes. Sign in. ഭാരതത്തിന്റെ അഭിമാനമായ പറക്കും സിംഗ് മിൽഖ സിംഗിന്റെ 4ാം ഓർമ്മ ദിനമാണെന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. My only ambition was to wear the India colors. I did that. എന്റെ ഏക ആഗ്രഹം ഇന്ത്യയുടെ നിറങ്ങൾ അണിയുക എന്നതായിരുന്നു. ഞാനത് ചെയ്തു. ഇത് കേവലം ഒരു ആഗ്രഹം മാത്രമല്ല, ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനുള്ള പ്രചോദനം കൂടിയാണ്. സ്വപ്നങ്ങൾ കാണാനും അത് സാക്ഷാത്കരിക്കാൻ അക്ഷീണം പ്രയത്നിക്കാനും മിൽഖ സിംഗ് നമ്മെ പഠിപ്പിച്ചു. Sign in by Prasida from Thrissur. Okay, very good. Very good morning to all. Thank you, ma'am. Okay, thank you. നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ എവിടെ വരെ പറഞ്ഞു? എവിടെ വരെ പറഞ്ഞു? Difference in motor. മോട്ടോർ അഡ്മിറ്റ് പറഞ്ഞു. അത് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങി എടുക്കണം അല്ലേ? അതെ മാം. People varying their taste and interests. Some show interest in meeting people. Functions are very interested in group activities. Others feel happy in loneliness and avoid social meetings the same way. People are found to have different aptitudes. Some have mechanical aptitude, scholastic, musical or artistic aptitude. അപ്പൊ അഭിരുചികൾ അല്ലെങ്കിൽ താല്പര്യങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമാണ് അല്ലെ? ചിലർക്ക് എന്താണ് ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഇടപെടാനായിരിക്കും താല്പര്യം അല്ലെ? കുറെ ആൾക്കാരുള്ള അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസിൽ മീറ്റ് ചെയ്യാനായിരിക്കും നമുക്ക് ആഗ്രഹം, അവരായിട്ട് ഇടപെടാനായിട്ട്. പക്ഷെ അതേസമയം എന്താണ്, ചിലർക്ക് എങ്ങനെയാണ്, അതർ ഫീൽ ഹാപ്പി ഇൻ ലോൺലെസ്. അതായത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. അതായത് ഒറ്റയ്ക്ക് ഇരുന്നാൽ അവർക്ക് വലിയ കുഴപ്പമില്ല, അവരാ ഒരു മൊമെന്റ് എന്താണ് ഹാപ്പി, വളരെ എന്താ പറയാ സന്തോഷത്തോടെ തന്നെയാണ് അവർ ആ ഒരു മൊമെന്റിൽ ഇരിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് എങ്ങനെയാണ്, കൂട്ടത്തിൽ ഇരുന്നാൽ മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അവർക്ക് അതാണ് ഏറ്റവും വലുത്. പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കാൻ അവർക്ക് സാധിക്കില്ല. അല്ലാത്ത പക്ഷം എന്താണ്, ചിലവരെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇരുന്നാൽ ഹാപ്പിനെസ് ഉള്ളവരുണ്ട്. ഓക്കെ, ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പല രീതിയിലുള്ള ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പലരിലും പല വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ people are found to have different aptitudes. എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിരുചികളാണ് ഉള്ളത് അല്ലെ? ചിലർക്ക് മ്യൂസിക്കൽ ആർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. മ്യൂസിക്കൽ ആർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂസിക്കൽ ആർ ആർട്ടിസ്റ്റിക്, ചിലർക്ക് പാട്ട് പാടാനായിരിക്കും കഴിവുള്ളത്, കലാപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഭിരുചി ആയിരിക്കും ഉണ്ടായിരിക്കും. ഇനി മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? ആ വാക്യം തന്നെ മനസ്സിലാവുമല്ലോ എന്താണെന്ന്. ഈ കുട്ടികളൊക്കെ ചെയ്യണതാണോ? ടൂൾസ് ഒക്കെ എടുത്ത് ചെയ്യണതാണോ? മെക്കാനിക്കൽ ആറ്റിറ്റ്യൂഡ്സ് ചില ഇപ്പൊ ബോയ്സ്, എനിക്ക് തോന്നുന്നത് ഈ ആറ്റിറ്റ്യൂഡ് വരുന്നത് കുറച്ചുകൂടി ആൺകുട്ടികൾക്കാണ് അല്ലെ? അവർക്കാണ് വണ്ടികളോട് അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യാന്ത്രികപരമായിട്ടുള്ള സാധനങ്ങളോട് പ്രത്യേക ഒരു അട്രാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോ എനിക്ക് റിപ്പയറിങ്ങിന് എന്തിനൊക്കെ വിളിക്കുമ്പോൾ ആരാണ് പെട്ടെന്ന് ചെയ്തു തരുന്നത്? വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരായിരിക്കുള്ളൂ അല്ലെ? ഇപ്പൊ
എന്താണെങ്കിലും ഇപ്പൊ ഒരു പൈപ്പിന്റെ എന്തെങ്കിലും പൊട്ടിപ്പോയി അത് കെട്ടിത്തരാനോ അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും ആൾട്രേഷത്തിൽ ചെയ്യാനോ ഒക്കെ എന്താണ് അവർക്കാണ് ആ ഒരു ടേസ്റ്റ് ഉള്ളത്. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ടേസ്റ്റ് കുറവാണ് അല്ലെ. സ്പെയർ പാർട്സിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൺകുട്ടികളാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചെറിയ പ്രായത്തിൽ തന്നെ അവര് ഈ വണ്ടികൾ എടുത്ത് കളിക്കുന്ന പറ്റില്ലേ, ടോയ്സ് തന്നെ വണ്ടികൾ, അതായത് കാറ് അല്ലെങ്കിൽ JCB ഇതൊക്കെ എടുത്ത് കളിക്കും. അവർക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ്? മെക്കാനിക്കൽ ആറ്റിറ്റ്യൂഡ്, യാന്ത്രികപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള കുട്ടികൾക്ക് അതിനോടായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, പക്ഷെ ഈ ഒരു ഫീൽഡിൽ പെൺകുട്ടികൾ ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ചില ഡിഫറെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട്, ആ ഒരു ടേസ്റ്റ് ഉള്ളവരുണ്ട്. മെക്കാനിക്കൽ ആയിട്ടുള്ള ഗേൾസും ഉണ്ട്, മെക്കാനിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഗേൾസും ഉണ്ട്. നമുക്കത് ഇല്ലാന്ന് പറയാനും പറ്റില്ല. ഓക്കെ, എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആൾക്കാണത് ആൺകുട്ടികൾ തന്നെയാണ് അത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. സ്കോളസ്റ്റിക് എന്താണ്? സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് സിമ്പിൾ. നിങ്ങൾക്ക് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ? പൊതു അറിവാണോ മാം? പൊതു അറിവാണോ? ഡൗട്ടാണ്. പൊതു അറിവാണോ? സ്കോളസ്റ്റിക് എന്നുള്ള വാക്ക് നമ്മൾ വേറെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. സ്കോളർഷിപ്പ് അത് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുന്ന കാര്യത്തിലാണ്, പഠന കാര്യത്തിലുള്ള ഇൻട്രസ്റ്റ് ആണ്. എന്തിനുള്ള ഇൻട്രസ്റ്റ്? പഠിക്കുന്ന കാര്യം, പഠന കാര്യങ്ങളിൽ. അക്കാദമിക്. അതെ, അക്കാദമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും, കൂടുതലായിരിക്കും? എല്ലാവർക്കും ഉണ്ടല്ലോ അക്കാദമിക് ആയിട്ടുള്ള റിലേഷൻസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുകൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മുടെ ഇന്റലിജൻസ് സ്പേസിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവണം. പഠന കാര്യങ്ങളിൽ താല്പര്യമുള്ളവര് അഭിരുചി ഏറ്റവും കൂടുതൽ. ഇപ്പൊ നമ്മൾ പറയില്ലേ എപ്പോഴും പഠിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും പഠിക്കാനുള്ള ലേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ നോളജ് കണ്ടെത്താനുള്ള കാര്യങ്ങൾ പ്രത്യേക അറിവായിരിക്കും. റിസർച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. അല്ലെങ്കിൽ കഥ എഴുതുന്നവര് അല്ലെങ്കിൽ എന്താ ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതൊരു മലയാളം വേർഡ് ഉണ്ട്, ഞാൻ അതാണ് ഈ നോക്കുന്നത്. വിജ്ഞാനപരമായാണോ? വിജ്ഞാനപരമായിട്ടുള്ള പഠനപരമായിട്ടുള്ള കഴിവ് അങ്ങനെ പറയണം. പഠനപരമായിട്ടുള്ള കഴിവുകൾ, അതായത് പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ളവർ അല്ലെ. അപ്പൊ പഠിക്കുന്ന കാര്യത്തിലായിരിക്കും ആൾക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ് അഭിരുചി ഉണ്ടായിരിക്കുന്നത്. പഠനപരമായിട്ടുള്ള അഭിരുചി വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പഠനപരമായിട്ടുള്ള അഭിരുചി. ഓക്കെ, യെസ്, നമ്മൾ എന്താ പറയുന്നത്? ഡിഫറൻസ് ഇൻ ആപ്റ്റിറ്റ്യൂഡ്. അതായത് പീപ്പിൾസിന് പല എല്ലാവർക്കും പല ടേസ്റ്റ് ഉണ്ട്, പല താല്പര്യങ്ങളാണ്, പല രീതിയിൽ. ഇപ്പൊ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസിൽ അറ്റൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ അറ്റൻഡ് ചെയ്യാൻ ചിലർക്ക് ഇഷ്ടമാണ്, പക്ഷെ ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ല അല്ലെ. ഒറ്റയ്ക്കിരിക്കാനാണ്, ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നവർ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ 2-3 ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് പലർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത്? മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, സ്കോളസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് മ്യൂസിക്കൽ ഓർ ആർട്ടിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്. അത് 4 അണ്ടർലൈൻ ചെയ്തിട്ടാണ് കേട്ടോ. ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്, രണ്ടും മാറിപ്പോകരുത് കേട്ടോ. ആറ്റിറ്റ്യൂഡ് അഭിരുചിയാണ്, ആറ്റിറ്റ്യൂഡ് മനോഭാവമാണ്. Different in attitude. Individual difference can be seen in the beliefs, options, and ideas of people. They possess different attitude towards different people, groups, objects, political and religious peoples. എന്താണ് ഡിഫറെന്റ് ഇൻ ആറ്റിറ്റ്യൂഡ്സ്? നമുക്ക് പല കാര്യത്തിനോടും പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ്, മനോഭാവമാണ് അല്ലെ. അതായത് നമ്മളുടെ വിശ്വാസങ്ങൾ വ്യത്യസ്തമാണ് അല്ലെ. പലർക്കും പല രീതിയിലുള്ള ബിലീഫ്സ് ആണുള്ളത്, പല രീതിയിൽ ആരാധനകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല വിശ്വാസങ്ങൾ ഉണ്ടാവും. നമ്മൾ ഒരു കാര്യത്തിന് വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ വേറെ രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ബിലീഫ്സ് അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻസ്, നമ്മളുടെ ഓപ്ഷൻസ് വ്യത്യസ്തമായിരിക്കും.
നമ്മുടെ ഐഡിയാസ് വ്യത്യസ്തമായിരിക്കും. പിന്നെന്താണ്, പോസസ് ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ് ഡിഫറെന്റ് പീപ്പിൾ. ചില വ്യക്തികളോട് നമ്മൾ ചില ആറ്റിറ്റ്യൂഡിലായിരിക്കും പെരുമാറുന്നത്, അല്ലെ? അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോട് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ഏറ്റവും ഇഷ്ടത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ഇഷ്ടമല്ലാത്ത ഒരു പേഴ്സണോട് നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ചിലപ്പോ മിണ്ടില്ല, അല്ലെ? ജസ്റ്റ് ഒരു നോട്ടം പോലും ചിലപ്പോ കൊടുക്കില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വൺ വേ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ, ഹായ് ഹലോ കഴിഞ്ഞു, അല്ലെ? ഏറ്റവും ഇഷ്ടമല്ലാത്തവരോട് മാക്സിമം ഒരു മര്യാദ എന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു ഹായ് എങ്കിലും പറയാം, അല്ലെ? ഓക്കെ. പിന്നെ ഒരു ഗ്രൂപ്പിൽ ഇടപെടുന്ന സമയത്ത് നമുക്ക് പല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, അല്ലെ? കുറെ ആൾക്കാർ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തായിരിക്കും, അത് പറയാൻ സാധിക്കില്ല. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ചില ഒബ്ജക്ട്സിനോട്, ചില വസ്തുക്കളോട് നമ്മൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. എന്തൊക്കെയാണ് ഒബ്ജക്ട്സ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പോ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിനോട് നിങ്ങൾക്ക് ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇഷ്ടമുള്ള എന്തെങ്കിലും വസ്തുക്കള്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനമാണ്? ഇഷ്ടമുള്ള ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞേ. നെയിൽ പോളിഷ് ചിലർക്ക് ഇഷ്ടമാണ്. നെയിൽ പോളിഷ് ഇഷ്ടമാണ്. പിന്നെ പെട്രോളിന്റെ മണം. നെയിൽ പോളിഷ് ഇഷ്ടമല്ലാത്തവരുണ്ട്, അല്ലേ? ഇടാൻ ഇഷ്ടമുള്ള ശരിക്കും ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടവരുണ്ട്. എനിക്ക് ഇഷ്ടമാണ് കല്ലുമ്മക്കായി ഇഷ്ടമുള്ളത്. ചോദിച്ചെങ്കിൽ കുറെ തരും, അല്ലേ? മാം, പെട്രോളിന്റെ മണം, ക്യൂടെക്സിന്റെ മണം, അങ്ങനെയുള്ള മണങ്ങളൊക്കെ, സ്മെല്ലുകളൊക്കെ ഇഷ്ടമുള്ളവരുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലർക്ക് തീപ്പെട്ടി കത്തിക്കുമ്പോഴുള്ള സ്മെല്ലില്ലേ, മാച്ച് ബോക്സ് കത്തിക്കുമ്പോഴുള്ള സ്മെല്ല്, അത് ഇഷ്ടമുള്ളവരുണ്ട്. ഓക്കെ. പിന്നെ നമ്മള് പുതിയ പുസ്തകം തുറന്നു കഴിയുമ്പോൾ അതിനൊരു സ്മെല്ല് ഉണ്ടാവാറുണ്ട്. ചിലത് നല്ലതായിരിക്കും, ചിലത് ഭയങ്കര മോശമായിരിക്കും, പേപ്പറിന്റെ സ്മെല്ലുണ്ട്. അങ്ങനെ പല ഒബ്ജക്ട്സിനോട് നമുക്ക് പല രീതിയിൽ, ഡ്രസ്സിനോട് ഉണ്ടാവാം, പല സാധനങ്ങളോട് ഉണ്ടാവും, പല സ്മെല്ല് ഒക്കെ എന്താണ് എല്ലാവർക്കും. ചപ്പൽസ് ഇഷ്ടമുള്ള ഉണ്ടാവും, പെർഫ്യൂം ഇഷ്ടമുള്ള ഉണ്ടായിരുന്നു, അല്ലെ? ചില നല്ല ഭംഗിയുള്ള, നല്ല മണമുള്ള നല്ല പെർഫ്യൂം ഉപയോഗിക്കുന്നവര്. ചിലപ്പോൾ നമുക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പെർഫ്യൂം ആയിരിക്കും. ചിലപ്പോൾ എപ്പോഴും ആ ഒരു സ്മെല്ല് നമുക്ക് ഓർമ്മയുണ്ടാവും. എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള സ്മെല്ലുകൾ തന്നെ പിന്തുടരാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഒബ്ജക്ട്സിൽ അല്ലെങ്കിൽ പല സാധനങ്ങളോട് നമുക്ക് എല്ലാവർക്കും പല ആറ്റിറ്റ്യൂഡ്സ് ആണ്. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് പീപ്പിൾ. ഇനി പൊളിറ്റിക്കൽ ഫീൽഡിലുള്ളവർ, റിലീജിയസ് പീപ്പിൾ, നമ്മളൊരു റിലീജിയസ് ആയിട്ടുള്ള പറയുന്നതല്ല, ഇപ്പൊ രാഷ്ട്രീയക്കാരോട് നമുക്ക് വ്യത്യസ്ത ഒരു ആറ്റിറ്റ്യൂഡാണ്, അല്ലെ? ചില രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി ബേസിസിൽ പറയണ്ട, നിങ്ങൾക്ക് VS അച്യുതാനന്ദൻ ഇഷ്ടമായിരുന്നോ? VS അച്യുതാനന്ദൻ. സത്യം, എന്റെ പാർട്ടി അതല്ല, പക്ഷേങ്കിൽ VS-നോട് ഒരു ഇഷ്ടമുണ്ട്. പാർട്ടി അതല്ല, പക്ഷേങ്കിൽ VS-നോട് ഒരു ഇഷ്ടമുണ്ട്. അതേപോലെ കരുണാകരൻ സാറിനോട് ഇഷ്ടമുള്ളവരുണ്ടാവും, അല്ലെ? ഇഷ്ടമല്ലാത്തവരുണ്ടാവും. ഇപ്പൊ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ആരാന്നറിയോ? ഷാഫിയെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്കറിയില്ല. അല്ല, അതിപ്പോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് പറയാൻ പറ്റിയ ആരാണ് ഇപ്പോൾ ഉള്ളത്? മുഖ്യമന്ത്രിയാണോ കേരളത്തിന്റെ? രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവരെ കാണാറുണ്ട്. രാഹുൽ ഗാന്ധി, പിണറായി വിജയൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഓക്കെ. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, സൂക്ഷിച്ച് പറയണം കേട്ടോ, റെക്കോർഡാണ്. യെസ്. ഓക്കെ. യെസ്. അങ്ങനെ പൊളിറ്റീഷ്യൻസിന് അവരുടെ ചിലപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളല്ലാതെ ചിലരുടെ വാക്ചാതുര്യം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടും, അല്ലെ? അവർ ചിലപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് കരുണാകരൻ സാറിന് ഭയങ്കര ഇഷ്ടം. കാരണം സാറിന് സംസാരം ഒരു പ്രത്യേക രസമാണ്, അല്ലെ? വളരെ നർമ്മത്തിൽ പറഞ്ഞ ഭാഷയിലാണ് സംസാരിക്കുക. നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്, കേട്ടിരിക്കാൻ രസമാണ്. അതുപോലെ അച്യുതാനന്ദന്റെ അങ്ങനെ തന്നെയാണല്ലോ, അച്യുതാനന്ദ സാറിന്റെ എന്താണ് വോയിസും അതേപോലെ തന്നെ പ്രത്യേക തരം വോയിസ് മോഡുലേഷൻ കൊടുത്തിട്ടുള്ള ഫുൾ അച്യുതാനന്ദന്റെ ന്യൂസ് മാത്രമേ ഉണ്ടായിട്ടു, ഫുൾ ടൈം ആ ന്യൂസ് മാത്രമേ കേട്ടിട്ടു. കരുണാകരൻ സാറിന്റെ ഒരേ വൈബുള്ളതാണ് നയനാര്. അതെ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോ മാറ്റി. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അബ്ദുൽ കലാമിന് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു, അല്ലേ? അബ്ദുൽ കലാം നമുക്ക് ഒരു തരം ആരാധന തോന്നുന്ന ഒരു വ്യക്തി. ഇഷ്ടത്തിനേക്കാൾ അപ്പുറത്തേക്ക്
ആരാധനയുടെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു ലെവൽ ഉണ്ടെങ്കിൽ അതായിരിക്കും അദ്ദേഹത്തിനുള്ളത് അല്ലെ. അത് എന്തൊരു മനുഷ്യനാണല്ലോ, അങ്ങനെ ഒരു മനുഷ്യൻ. അതൊക്കെ അതൊന്നും നമുക്ക് പറയാനില്ല, നമ്മൾക്ക് പറയാനുള്ള ആളല്ല നമ്മൾ അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് ശരിക്കും സ്പീച്ച്ലെസ് ആണ് നമ്മള്. ഓക്കെ, യെസ്. അതുപോലെ നമ്മുടെ വനിതാ പ്രസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകളോട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതായത് പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയായിരുന്നു? ശൈലജ ടീച്ചർ, ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി അല്ലെ. ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, അവരൊക്കെ എന്താണ് നല്ല സ്ത്രീ നേതൃത്വമുള്ള പാഠങ്ങളുള്ളവരായിരുന്നു അല്ലെ. ഇഷ്ടപ്പെടുന്നവരുണ്ട്. പ്രിയങ്ക ഗാന്ധി. ഓക്കെ, KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ പറയേണ്ട പേര്. KR ഗൗരിയമ്മ. ഇനി നമ്മള് സാഹിത്യത്തിലേക്ക് പോവാണെങ്കിൽ സുഗതകുമാരി, ബാലാമണി, അവരോടൊക്കെ എന്താണ്. അപ്പൊ നമ്മള് ആ ഒരു ഫീൽഡിലൊക്കെ നോക്കുമ്പോൾ അവരോടൊക്കെ എല്ലാവർക്കും എല്ലാ സാഹിത്യകാരനും എല്ലാ പൊളിറ്റീഷ്യൻസിനും ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെ. അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താണ്, ഓരോ ഫീൽഡിലാണെങ്കിലും നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഓരോരുത്തരും ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ ഫീൽഡിലായിക്കോട്ടെ, റിലീജിയസ് പീപ്പിൾ ആയിക്കോട്ടെ, ഇപ്പൊ നമുക്ക് പല വിശ്വാസങ്ങളാണ് അല്ലെ, പല രീതിയിലുള്ള വിശ്വാസങ്ങളാണ്. ഏകദൈവ വിശ്വാസമുണ്ട്, എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്, നമ്മുടെ ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡാണ്. ഓരോ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മീൻസ് മനോഭാവമാണ് അല്ലെ. അത് ഒരാളെ നമുക്കത് ഇന്നതേ നിങ്ങൾ കാണിക്കാൻ പാടും, ഇന്ന മനോഭാവമേ കാണിക്കാൻ പാടും, നമുക്ക് ആദ്യം എന്താണ് ഫോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓരോ പേഴ്സണാലിറ്റി ഉടലെടുക്കുന്നതാണ് ഒരു ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. നമ്മൾ ആരെയും കോപ്പി അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സ്കൂളിൽ പോയാലും നിങ്ങൾ മറ്റു ടീച്ചേഴ്സിന് ഒരിക്കലും അനുകരിക്കാൻ ഞാൻ പറയില്ല. നിങ്ങൾ ഒരു ടീച്ചറാണ്, നിങ്ങൾക്ക് കുറെ ക്വാളിറ്റീസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ടീച്ചർ ആയാൽ മതി നിങ്ങൾ. അല്ലാതെ മറ്റുള്ളവരുടെ കഴിവ് അതൊരിക്കലും നമുക്ക് കിട്ടില്ല. നമുക്ക് കുറെ കഴിവുകളുണ്ട്, നമ്മളത് വിശ്വസിക്കുക. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ ഉമാ സജീവ് എന്ന ടീച്ചർ പ്രസീത എന്ന ടീച്ചറിനെ നോക്കി കാണേണ്ട കാര്യമില്ല. മിക്ക ഉമ്മയുടെ കപ്പാസിറ്റി ഉണ്ട്. ഉമ്മ എന്നൊരു ടീച്ചർ ആയാൽ മതി അല്ലെ. അവിടെ നമ്മളൊരു പേഴ്സൺ ആണ്. അതാണ് ഇൻഡിവിജ്വൽ എന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്, ഇൻഡിവിജ്വൽ കാപ്പബിലിറ്റീസ് ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഓരോ ടീച്ചർ ആയാൽ മതി. മറ്റുള്ളവരെ പക്ഷെ നമ്മുടെ മറ്റു ടീച്ചേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് നമുക്ക് എടുക്കാം. അത് എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഒരിക്കലും നമ്മളത് കോപ്പി ചെയ്യരുത്. പക്ഷെ എടുക്കുന്ന കാര്യങ്ങൾ നമ്മുടേതായ ശൈലിയിലായിരിക്കണം. നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്നതായാലും ശരി, മറ്റെന്ത് കാര്യമായാലും ശരി, നമ്മൾ ആരും കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. നല്ല ക്വാളിറ്റീസ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ അത് നമ്മളുടേതായ ശൈലിയിൽ നമുക്കത് പ്രയോഗിക്കാൻ കഴിയണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ആ ടീച്ചറിനെ പോലെ ആവണം, ഈ ടീച്ചറിനെ പോലെ അവളെ പോലെ ആവണം, ഇവിടെ പോലെ നടക്കുന്ന കാര്യമല്ല. നമ്മളെ പോലെ ആവുള്ളൂ അല്ലെ. നിങ്ങളുടെ ടീച്ചിങ് ഫീൽഡിൽ നിങ്ങൾ അത് മനസ്സിലാകും എപ്പോഴെങ്കിലും. അതായത് ഇപ്പൊ ക്ലാസ് ഒക്കെ എടുത്തു തുടങ്ങി കുറെ സമയം കഴിയുന്ന സമയത്ത് നല്ലൊരു ടീച്ചർ ആണെന്ന് നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് നമ്മള് നല്ലൊരു ടീച്ചർ ആണെന്ന് ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾ തിരിച്ചറിയും. അതായത് പെട്ടെന്നായിരിക്കില്ല, ചിലപ്പോൾ ഒരു 6 മാസം എടുക്കാം, 2 വർഷം എടുക്കാം, 5 വർഷം എടുക്കാം. ആ ഒരു സമയത്ത് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ നല്ലൊരു പേഴ്സൺ ആണ്, നല്ല ടീച്ചർ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ജീവിതത്തിൽ എന്തായാലും ഉണ്ടായിരിക്കും. എനിക്ക് 2-3 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമല്ല, ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ ഈ ടീച്ചിങ് ഫീൽഡ് വേണ്ടാന്ന് വരെ ചിലപ്പോൾ തോന്നിയിരിക്കാം, അതേപോലെ സിറ്റുവേഷൻസ് വന്നിരിക്കാം. പക്ഷെ അതൊക്കെ എന്താണ് നമ്മൾ തരണം ചെയ്യണം. നമുക്കൊരു നല്ലൊരു ഡിവൈൻ പ്രൊഫഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് പോകാനായിട്ട് നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ മറ്റുള്ളവരെ നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഫീൽഡിലേക്ക് വരരുത് കേട്ടോ. നിങ്ങൾ അത് നല്ലൊരു ടീച്ചറായി മാറാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, whatever it is. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും അല്ലെ. എന്ത് കാര്യത്തിനാണെങ്കിലും ആറ്റിറ്റ്യൂഡ് വേണം. പക്ഷെ ആറ്റിറ്റ്യൂഡ് എന്തെന്ന് പറഞ്ഞ് നമ്മൾ തോന്നിയ കാര്യങ്ങളൊന്നും എന്താണ് ആരുടെ മുഖത്തൊരു വിളിച്ചറിയാൻ പാടില്ല. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ല അല്ലെ. ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് വരുമ്പോൾ എന്താണ് മാക്സിമം മിണ്ടാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം അത് നമ്മുടെ വാക്കിലൂടെ പറഞ്ഞാൽ മതി. അല്ലാത്ത പക്ഷം എന്താണ് അവിടെ മൗനം പാലിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ഓക്കെ,
യെസ്, അത് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും എന്താണ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച് വെക്കുക. എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ മാത്രം ഓക്കെ ആണെങ്കിൽ പറയാം, അല്ലാത്ത പക്ഷെ അതങ്ങ് വിട്ടു കളഞ്ഞേക്കും. അങ്ങനെയാണ് നമ്മൾ പല അബദ്ധങ്ങളിൽ പോയി ചാടുന്നത്. ചിലവർ പറയാറില്ലേ, എന്തെങ്കിലും പറഞ്ഞേക്കും നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്, പറയേണ്ട വല്ല കാര്യം ഉണ്ടായി അതുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായി എന്ന് പറയും. അപ്പൊ എന്താണ്, നമ്മുടെ മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് അത് സംഭവിച്ചത്. അത് നമ്മൾ റിയലൈസ് ചെയ്യണം, പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യാതെ. അപ്പൊ അതിനു മുമ്പ് ആലോചിക്കുന്നത് ഞാൻ പറയണോ ഒരു സെക്കൻഡ് ആലോചിച്ചാൽ മതി, എന്നിട്ട് അത് പറഞ്ഞോളൂ. ആ പ്രശ്നം ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ എല്ലാത്തിനോടും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. യെസ്, അപ്പൊ ആൾക്കാരിൽ എന്തുണ്ട്, ഡിഫറെന്റ് ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് പല കാര്യങ്ങളില്, ബിലീഫ്സില് അല്ലെങ്കിൽ വിശ്വാസങ്ങളില്, അല്ലെങ്കിൽ തോട്ട്സില്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള പീപ്പിളിനോട്, പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള പീപ്പിളിനോട്, അല്ലെങ്കിൽ ഗ്രൂപ്പ്സിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂട്ടത്തിലിരിക്കുന്ന സമയത്തൊക്കെ എന്താണ്, പല ആറ്റിറ്റ്യൂഡ്സ് ആണ്, പല മനോഭാവങ്ങളാണ് ആൾക്കാർ പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ ആറ്റിറ്റ്യൂഡ്സിന്റെ ബേസിസിൽ നമ്മള് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നു. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. Then അടുത്തത് ഇമോഷണൽ ഡിഫറൻസസ്. Yes, individual different in the more they express their emotions in some individual passions like love, affections, amusement, etc. are more prevalent, while in others negative emotions are powerful. Some are emotionally stable and mature, while others are unstable and immature. എന്താണ് ഇമോഷണലി ഡിഫറൻസ് ആണോ? നമ്മളുടെ ഇമോഷൻസ് ഒക്കെ ഒരേപോലെയാണോ എല്ലാവർക്കും? അല്ല അല്ലേ? മോഡ് ഓഫ് എക്സ്പ്രഷൻ, ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ മോഡ് വേണ്ട അളവ് വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഇതിന്റെ മോഡ് ഓഫ് എക്സ്പ്രസ് ചെയ്യുന്നത് വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കരച്ചില് നമുക്ക് പതിയെ കരയാം, ഉറക്കെ കരയാം, അലറിക്കരയാം, അതുപോലെ തന്നെ എണ്ണി പറഞ്ഞു കരയാം. പല രീതിയിൽ കരച്ചില് നമുക്ക് പറയാം. ചിലപ്പോ കരയുന്നത് കണ്ണീര് പോലും വരാതെ ഉള്ളിൽ കരയാൻ പറ്റും അല്ലെ? അങ്ങനെയും കരയുന്നവരുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഫേസ് ചെയ്ത് മനസ്സിലാവും, ഉള്ളിൽ കരയുന്നുണ്ടെന്ന് ഫേസ് ചെയ്ത് മനസ്സിലാവും. അതുപോലെ എന്താണ്, നമുക്ക് ഇമോഷൻ എന്ന് പറയുന്നത് ലവ്, സ്നേഹമായിട്ടായിരിക്കും അല്ലെ? ചിലർക്ക് സ്നേഹം കൂടുതലുണ്ടാവും, ചിലരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് പുറമേ കാണിക്കില്ല അല്ലെ? പുറമേ കാണിക്കാത്തവരുണ്ട്, എക്സ്പ്രസ് ചെയ്യാത്തവരുണ്ട്. പക്ഷെ സ്നേഹം ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല, അത് അവരുടെ നേച്ചർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. പിന്നെ അതേപോലെ തന്നെ അഫെക്ഷൻസ്. അഫെക്ഷൻ എന്താണ്? അഫെക്ഷൻ അടുപ്പം. യെസ്. ചിലവർ പെട്ടെന്ന് എന്താണ്, ഇപ്പൊ നിങ്ങളിപ്പോ ഗ്രൂപ്പ് ജോയിൻ ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് കുറെ പേര് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മാറിയവരുണ്ടാവും അല്ലെ? അറ്റാച്ച്മെന്റ് വന്നവരുണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പില്. ഇത്രയും പേരുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും 2 പേര് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? അത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ആണ് അല്ലെ? നിങ്ങളും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവർ കണക്ട് ആകും, അറ്റാച്ച്മെന്റ് തോന്നുന്നത്. അമ്യൂസ്മെന്റ് ഫീലിംഗ് ഉണ്ട് നമുക്ക്. എന്താണ് അമ്യൂസ്മെന്റ് ഫീലിംഗ്? വിനോദം. വിനോദമാണോ അമ്യൂസ്മെന്റ്? അതിശയിപ്പിക്കുന്നത്. അതാണ് അമ്യൂസ്മെന്റ് മീൻസ് അതിശയം. അതായത് നമുക്ക് സ്നേഹമുണ്ട്, അറ്റാച്ച്മെന്റ് പോലത്തെ വികാരങ്ങളുണ്ട്, അതേപോലെ തന്നെ അമ്യൂസ്മെന്റ് ആയിട്ടുള്ള വികാരം. അതെന്ത് വികാരമായിരിക്കും അതിശയിപ്പിക്കുന്ന വികാരം എന്ന് പറയുന്നത്? അതായത് നമ്മൾക്ക് ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ള ഒരു ഇമോഷൻ ആണ്, ചിലപ്പോൾ ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ കണ്ടെന്നിരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര അതിശയത്തോട് നോക്കാറുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലെ? അൺഎക്സ്പെക്ടഡ് റിയാക്ഷൻ ഈസ് വെരി ഗുഡ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്താണ്, അതിശയോക്തിയോട് നോക്കാറുണ്ട്. ഇഷ്ടമുള്ള ഫുഡ് ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്നായിരിക്കാം, ചിലപ്പോൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് വാങ്ങിക്കൊണ്ടുവരും. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അല്ലെങ്കിൽ വേണ്ട, നമ്മളിപ്പോ ഒരു പാട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, ആ പാട്ട് തന്നെ ചിലപ്പോൾ ബസ്സിൽ കയറുമ്പോൾ അയാൾ വെച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിൽ വിചാരിച്ചു, അപ്പൊ തന്നെ നമുക്ക് ചെറിയൊരു ഇമോഷനാണത്, പക്ഷെ നമ്മളത് എൻജോയ് ചെയ്യാറുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ ബസ്സിലുടനീളം ഇരുന്ന് നമ്മളത് ആസ്വദിക്കും. അതുപോലെ നമ്മളുടെ അതിശയമായിട്ട് സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും എന്താണ്, നമ്മുടെ ഇമോഷൻസ്, ആ ഒരു ഇമോഷൻ നമ്മൾ കൈകാര്യം, അത് എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും. ചിലരത് നന്നായിട്ട് ആസ്വദിക്കും, ചിലരത് ഒന്നും ചിലപ്പോൾ എക്സ്പ്ലോസീവ് അല്ലാത്ത രീതിയിൽ അത് ആസ്വദിക്കുന്നവരായിരിക്കും. പല വേരിയേഷൻസിലൂടെ നമ്മുടെ പല ഇമോഷൻസും കടന്നു പോകുന്നത്. ഓക്കെ, are more prevalent, while in others negative emotions are powerful.
ഇനി ചിലവരിൽ എന്താണ് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്? നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് ദേഷ്യം, ദേഷ്യം പിടിക്കുക പെട്ടെന്ന്. നെഗറ്റീവ് ഇമോഷൻസ് ആണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുണ്ട് അല്ലെ? സങ്കടം വന്നാലും ദേഷ്യം കാണിക്കുന്നത്, അത് നെഗറ്റീവ് ഇമോഷൻസിന്റെ കാറ്റഗറിയിൽ പറയാം. ദെൻ അതേപോലെ തന്നെ എന്താണ്, ഏറ്റവും കൂടുതൽ ദേഷ്യം തന്നെയാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ട്. അല്ലാതെ ശകാരം അല്ലെങ്കിൽ ദേഷ്യം ചിലപ്പോൾ പ്രവർത്തിക്കാതെ തന്നെ അല്ലെങ്കിൽ പറയാതെ തന്നെ പ്രവർത്തിയിലൂടെ കാണിക്കുന്നവരുണ്ടാവും അല്ലെ? ദേഷ്യം കയറി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നവരുണ്ടാവും. പല ഇമോഷൻസ് ആണ്. നെഗറ്റീവ് ഇമോഷൻസ് പല രീതിയിൽ കൈകാര്യം ചെയ്യാം. അപ്പൊ വായ തുറന്ന് നല്ല ചീത്ത പറയും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ദേഷ്യം കയറി മിണ്ടാതിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് എന്താന്ന് പോലും കാര്യം മനസ്സിലാവില്ല. മുഖവും കയറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും. എന്താ സംഭവം? നമ്മളായിരിക്കും ചിലപ്പോ കാര്യം അല്ലേ? പക്ഷെ കാര്യം എന്താണെന്നൊന്നും അറിയണ്ടേ? അറിയാനായിട്ട് ചിലപ്പോ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. പക്ഷെ ചെറിയ കാര്യമായിരിക്കും അല്ലെ? ചെറിയ കാര്യമായിരിക്കുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് അല്ലെ? ഹസ്ബൻഡ് ചിലപ്പോ വിളിച്ചു ചോദിച്ചിട്ടുണ്ടാവില്ല. ജോലി തിരക്കിന്റെ ഇടയിൽ അദ്ദേഹം വിളിച്ചിട്ടുണ്ടാവില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എന്താണ് വിളിച്ചു ചോദിക്കാൻ. അതാണ് കാരണം അതാണ് കേട്ടോ. അതിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങനെ ഇരിക്കും. അതായിരിക്കും കാരണം. പക്ഷെ അത് അവർക്ക് ഇഷ്ടം. അവർക്ക് ചോദിച്ചെങ്കിൽ അവർക്ക് അത്ര സന്തോഷം. അത് അവരെയും കുറ്റം പറയാൻ പറ്റില്ല, ചോദിക്കാത്തവരെയും കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ കാണിക്കുന്നവരുണ്ട്. അതൊക്കെ പല വേരിയേഷൻസിലാണ് കേട്ടോ. മാം, എന്റെ ഹസ്ബൻഡിന് ഈ പറഞ്ഞ പോലെ ഭയങ്കര ദേഷ്യം. അത് ഹസ്ബൻഡിന്റെ ഫാദർ ആയിട്ട് അങ്ങനെയുള്ള ഏത് ക്യാരക്ടർ ആയിരുന്നു. ഭയങ്കര ദേഷ്യം. നമ്മൾ എന്താ പറയണേന്ന് ചിന്തിക്കില്ല. അതിന് നമ്മൾ പറയുന്നത് കാര്യമാണെങ്കിൽ പോലും ആള് പെട്ടെന്ന് ദേഷ്യപ്പെടുമായിരുന്നു. ഇപ്പോ 1 വർഷമായിട്ട് ഗൾഫിൽ പോയേക്കാണ്. ഇവിടെ ഇല്ല, നാട്ടിലില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഫോൺ വിളിക്കുമ്പോഴായാലും ഫസ്റ്റ് നമ്മൾ പറയുന്ന കാര്യം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാതെ ദേഷ്യം പിടിക്കും. രണ്ടാമത് സെക്കൻഡ് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കും. എടീ ഞാൻ അങ്ങനെ പറഞ്ഞത് സോറി കേട്ടോ, ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായെന്ന്. ഇപ്പൊ തന്നെ അത് ആലോചിച്ച് പഠിച്ചെടുക്കാനായിട്ട് ആള് തന്നെ ആയിട്ട് പഠിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ നിങ്ങളോട് ഞാൻ ഇത്രയും നാളിത് പറഞ്ഞോണ്ടിരുന്നേന്ന് ചോദിക്കും. നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ പറഞ്ഞ പോലെ ആള് ആ ഫസ്റ്റത്തെ ആ ദേഷ്യം എങ്ങനെയെങ്കിലും അത് പ്രകടിപ്പിച്ചിട്ടേ രണ്ടാമത് മനസ്സിലെടുക്കാൻ ശ്രമിക്കുള്ളൂ. Yes. Prevailed by other negative emotions are powerful. Some are emotionally stable and mature, while others are unstable and immature. ചില ഇമോഷൻസ് വളരെ സ്റ്റേബിൾ ആണ്. ചിലർക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ? കരച്ചിൽ വന്നാൽ അടക്കി പിടിക്കാനും, സന്തോഷം വന്നാൽ, സങ്കടം വന്നാലൊക്കെ അതൊക്കെ ഒരു നിയന്ത്രണ പാതയിൽ കൊണ്ടുപോകാൻ ചിലർക്ക് പറ്റും അല്ലെ? സെൽഫ് കൺട്രോൾ ഉണ്ടാവും. പക്ഷെ അത് ഇമോഷൻസിന്റെ കാര്യം. പക്ഷെ നേരെ മറിച്ച് എന്താണ്, ഇമോഷൻസിന്റെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ട്. അതായത് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അവര് വികാരങ്ങൾ സ്ഥിരമല്ല, സ്റ്റേബിൾ അല്ലാത്ത അൺസ്റ്റേബിൾ ആണ്. അതായത് കരച്ചിൽ വന്നാൽ അങ്ങ് പൊട്ടിക്കരയും അല്ലെ? വിഷമം വന്നങ്ങ് ചിലപ്പോൾ ചീത്ത പറയുകയും ചെയ്യും, അതിനോടൊപ്പം കരയുകയും ചെയ്യും അല്ലെ? അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലർ കണ്ടിട്ടില്ലേ, കരയുകയും ചെയ്യും എന്നീ പറഞ്ഞ് കരഞ്ഞ് ദേഷ്യം വരാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് കരയും, ലാസ്റ്റ് ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ചിലവർക്ക് എന്താണ്, അവരുടെ ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റും, സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ പറ്റും, ഒരു കൺട്രോൾ ഉണ്ടാവും. പക്ഷെ ചിലവർ എങ്ങനെയാണ്, അവർക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരായിരിക്കും. അതായത് ചിലരുടെ വികാരങ്ങൾ സ്ഥിരമുള്ളതായിരിക്കും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മറ്റുള്ളവരെ എന്താണ്, അൺസ്റ്റേബിൾ ആയിട്ട് വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, നമ്മളെ ഇമ്മെച്യൂർ ആയിട്ട് പക്വത ഇല്ലാത്ത കാറ്റഗറിയിൽ ചിലപ്പോൾ അവരെ, അതായത് ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തവരെ മെച്യൂരിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണ്ടി പറയാം. ഇമ്മെച്യൂർ ആണല്ലോ. അതായത് മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, കുറച്ചും കൂടി ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇല്ല എന്ന് പറയുന്നത് അവർക്കത്, ചിലവരുടെ അങ്ങനെയാണ് അല്ലെ? ഇമോഷൻസ് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? എങ്ങനെയായിരിക്കും അത് എന്നുള്ളത് സിറ്റുവേഷൻ ബേസ്ഡ് ആണ് നമുക്ക് ഇമോഷൻ കൈകാര്യം ചെയ്യുന്നത്. ചിലവർക്ക് എത്ര കഠിനമായ സാഹചര്യം വന്നാലും പിടിച്ചിരിക്കും അല്ലെ? കഠിനമായിട്ടുള്ള സിറ്റുവേഷൻസ് ചിലർ പിടിച്ചിരിക്കും. പക്ഷെ ചിലവര് തകർന്നു പോകും അല്ലെ? ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തകർന്നു. അപ്പൊ വലിയ കാര്യം വന്നാൽ എന്താണ്, ആള് ചിലപ്പോൾ ഇല്ലാണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, യെസ്. കാണുമ്പം ചില കാര്യങ്ങൾ ഞാൻ പുറത്ത് ഭയങ്കര ബോൾഡ് ആണെങ്കിലും പുറത്ത് എല്ലാ കാര്യങ്ങളിലും ഭയങ്കര, എന്ത് കാര്യം സംസാരിക്കാനായാലും ആക്കാനൊക്കെ ഭയങ്കര ആക്റ്റീവായി ബോൾഡായി നിൽക്കും. പക്ഷെ എൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും, എനിക്ക് അടുത്ത് വേണ്ടപ്പെട്ട ആരെങ്കിലും എന്നോട് എന്തേലും പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ഫീലാവും.
അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാര് എന്നെ വെറുതെ കരയിക്കാനായിട്ട് ഇങ്ങനെ അത് വെച്ച് കളിക്കും. അപ്പൊ നമുക്ക് സങ്കടം. അവരിരുന്ന് കളിയാക്കും, കരഞ്ഞു കൊടുക്കും അല്ലേ? എന്നിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ട്, ഞാനിവിടെ ഒറ്റക്കാണ്, എന്റെ 3 ബ്രദേഴ്സും അവരപ്പുറം ദുബായിലാണ്, വീട്ടിൽ ഇത്താത്തയും ഉമ്മയും മാത്രമാണ്. അപ്പം ഇവരെന്നെ ഇവിടെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അവരോട് വീട്ടിൽ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാനോട് ദേഷ്യപ്പെട്ടിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് കളിയാക്കും. അപ്പൊ ഇങ്ങനെ പറയും, നീ കാര്യാക്കണ്ട, അത് നിന്നെ കരയിപ്പിക്കാനായിട്ട്, നീ കരയുന്നോണ്ട് മാത്രം നിന്നെ വിളിച്ചിട്ട് അങ്ങനെ പറയുന്നു. എന്നാലും ഇവര് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ആയിഷക്ക് മനസ്സിലായില്ല, ആയിഷയുടെ ഒരു വീക്ക്നെസ് പിടിച്ചിട്ടാണ് അവർ കളിയാക്കുന്നത്. അപ്പൊ ആ വീക്ക്നെസ് ആയിഷ തന്നെ ഇല്ലാണ്ടാക്കണം. ആയിഷ എന്തിനാ കരയുന്നത്? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള മനോഭാവത്തോടെ ഇരിക്കും. അപ്പൊ അത് വിട്ടുകളയും. ശ്രമിച്ചു നോക്കും, പക്ഷെ ഒരിക്കലും നടക്കില്ല. നമുക്ക് അവസരം കൊടുക്കാതെ ആർക്കും നമ്മളെ കരയിപ്പിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ എന്താണ്, പിന്നെ ഇപ്പത്തെ വീക്ക്നെസ് ആണെന്ന് ആയിഷക്ക് മനസ്സിലായി. അപ്പൊ അത് സ്ട്രെങ്തൻ ചെയ്യണം. ആ വീക്ക്നെസ് കളയാനായിട്ട് ആയിഷ നോക്കണം. അവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ആയിഷനെ കരയിപ്പിക്കാൻ വേണ്ടി പറയുന്ന എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നു കേട്ടോ. ഇനി ആരുടെ മുമ്പിൽ കരഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് കേട്ടോ. യെസ്. കൺട്രോൾ ചെയ്യാൻ വല്ല വഴിയുണ്ടോന്നോ? എന്ത് കൺട്രോൾ ചെയ്യാനാണ് മനുഷ്യ? അല്ല, എമോഷൻസ് കൺട്രോൾ ചെയ്യണം. ഈ പറഞ്ഞമാതിരി സങ്കടമായാലും ദേഷ്യമായാലും. ഞാനും ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. രാത്രി 1 മണിക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കുറെ കരയും, എന്നാലേ ഒരു സമാധാനം കിട്ടും. ഇപ്പൊ എല്ലാരും പറയേണ്ടത് നീ മാറ്റിയെടുക്കണം എന്ന് പറയും, പക്ഷെ എങ്ങനെ മാറ്റിയെടുക്കേണ്ടതെന്ന് അറിയുന്നില്ലേ. അതൊരു സ്ട്രാറ്റജിയാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞപ്പോ മനുഷ്യക്ക് സമാധാനം കിട്ടി. ഓക്കെ, മോനിഷയുടെ മനസ്സാണ് അത് ഷെയർ ചെയ്തത് അല്ലെ? കഴിഞ്ഞു. അവിടെ പല പ്രശ്നങ്ങളൊന്നുമില്ല. കരഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ ആശ്വാസം കിട്ടിയില്ലേ? അത് കിട്ടുന്നുണ്ട് മാം, പക്ഷെ എന്നും സ്ഥിരമായി ഇതേ പണിയാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. സ്ഥിരമായിട്ട് കരയുന്നത് ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്ത് കാര്യം ഇരിക്കുന്നു കരയാനായില്ല? എന്താണ് പ്രശ്നം മനുഷ്യരെ? അത് എനിക്കും അറിയുന്നില്ല മാം, എന്തിനാ കരുന്നത് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഉത്തരവില്ല. അറിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല മനുഷ്യക്ക്. അപ്പൊ കരച്ചിൽ വരുമ്പോ എന്താണ്, വേറെ കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു വിടുക. അല്ലെങ്കിൽ ആ സമയത്ത് ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ച് ആലോചിക്കുക, ഞങ്ങളെ കുറിച്ച് ആലോചിക്കുക, ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ തന്നെ മനസ്സ് ഡൈവേർട്ട് ചെയ്തെന്ന് പോകും. ഒരു വിഷമം ചില ദിവസങ്ങളിൽ നമുക്ക് എന്തിനാ നമ്മൾ സങ്കടപ്പെടണേന്ന് അറിയാത്ത ഒരു സങ്കടം വരുന്ന ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല. ചില ദിവസം നമുക്ക് എന്തിനാ. ശരിയാണ് തൻസി പറഞ്ഞത്. പിന്നെ നമ്മൾക്കൊരു കാര്യമുണ്ട്, നമ്മളുടെ പീരീഡ്സ് ഡേറ്റ് ആവുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു 1 വീക്കിനോ 2 വീക്കിനോ മുമ്പ് തന്നെ നമുക്ക് ഇമോഷൻ ചെയ്യാറുണ്ട് ഇല്ലേ? അത് അതിന്റെ ഒരു ഭാഗമാണ്. അതൊന്ന് മനസ്സിലാക്കേണ്ട. ആ ഒരു സിക്നെസ് അല്ലെങ്കിൽ എന്താ പറയാ, പീരീഡ് സിക്നെസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് വെച്ച് എനിക്ക് വിഷമം വരാറുണ്ട്. ഞാൻ ചില ദിവസങ്ങൾ വെറുതെ ആലോചിച്ചിട്ട് കരഞ്ഞു. അത് എല്ലാവർക്കും വരുന്ന കാര്യമുള്ള അതൊരു പ്രശ്നമേ അല്ല. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലായി തുടങ്ങി. എനിക്ക് പീരീഡ്സിന്റെ ആ ടൈം എത്തുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. വിഷമം വരും, നമുക്ക് നോർമലി വിഷമം വരും. ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലപ്പോൾ കരഞ്ഞു, വെറുതെ ആലോചിച്ചെന്ന് കരഞ്ഞത് അല്ലെ? ഒരു പാട്ട് കേട്ടാൽ ചിലപ്പോൾ വിഷമം വരും. അങ്ങനെയുണ്ട്, ചില പാട്ടുകളുടെ വരികൾ കേട്ടാൽ വിഷമം വരും. എനിക്ക് അമ്മയെ കുറിച്ചുള്ള പാട്ട് കേൾക്കുന്ന വിഷമം വരാറുണ്ട്. അവരുടെ എനിക്ക് അമ്മ ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അതൊക്കെ നമ്മുടെ ആ ഒരു പീരീഡും കൂടി നോക്കണുണ്ട്. പീരീഡ്സ് ടൈമിന് മുമ്പായിട്ട്, പീരീഡ്സ് ആവുന്നതിന് മുമ്പ്, പീരീഡ്സ് കഴിഞ്ഞാൽ ഈ ഫീലിങ്സ് കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കും. മാസത്തിൽ എല്ലാ മാസം പീരീഡ്സ് ആവുന്നുണ്ട് നമുക്ക് അല്ലെ? അപ്പൊ എന്തോരം ഇമോഷൻസിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ദേഷ്യവും വരും, ചിലപ്പോ ദേഷ്യം വരും, വാശിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് മനസ്സിലാക്കുക, എനിക്ക് ദേഷ്യം വാശിയൊക്കെ വരുന്നതിന്റെ പീരീഡ്സിന്റെ അല്ലെങ്കിൽ ആ ഹോർമോണൽ ഇംബാലൻസ് മൂലം വരുന്നതാണ് എന്ന് മനസ്സിലാക്കി മാക്സിമം നിങ്ങൾ തന്നെ മാറാൻ നോക്കണം. അല്ലാതെ നമ്മളെ വേറെ ആരും നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മളെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് തന്നെ പറ്റണം അല്ലെ? നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, പക്ഷെ കൺട്രോൾ ചെയ്യേണ്ടതാണ് മോനിഷ തന്നെയാണ് അല്ലെ? ഇത്രയുള്ളവർക്ക് ശരിയായിക്കോളൂ. ഞാൻ ഡോക്ടറെ കാണിച്ചു അവസാനം. ഡോക്ടർ എന്താ പറഞ്ഞു? അത് നോർമൽ ഡോക്ടറെ കാണിച്ചപ്പോ ആള് അപ്പോഴത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ആള് സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഒരു കൗൺസിലിംഗ് എടുത്തു. ഒരാഴ്ചക്ക് മരുന്നും കഴിച്ചു. ഇപ്പൊ വലിയ കുഴപ്പമില്ല. സീരിയസ് പ്രോബ്ലം? അത് കരച്ചല്, ദേഷ്യം, പേടി എല്ലാം ഒരുമിച്ചുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അതൊരു എങ്ങനെയത് പറയാന്നുള്ളത് അറിയുന്നില്ല. അപ്പൊ അങ്ങനെ ആയപ്പോ പിന്നെ കൺസൾട്ട് ചെയ്തു. ഉറക്കം ഉണ്ടായിരുന്നില്ല, രാവും പകലും ഫുൾ ടൈമും ഉറക്കം ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം ഒന്ന് കുറച്ച് നല്ല പാട്ടുകൾ, നല്ല മെലോഡിയസ് പാട്ട് കേൾക്കണ്ട
കേട്ടാ. കുറച്ചും കൂടി ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുക. എക്സസൈസ് ചെയ്യാൻ നോക്കും, മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എക്സസൈസ് ചെയ്യാൻ നോക്കും. പിന്നെ പുറത്തിറങ്ങി മുറിയിൽ തന്നെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ നോക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ നോക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയാൽ തന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മളെ പിടിക്കാൻ വരില്ല. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും, നമ്മൾ പല രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ചായ കുടിക്കാനൊക്കെ ഇടക്ക് പുറത്തോട്ടൊക്കെ പോകും. തന്നെ പൊയ്ക്കോ, ആരും വേണ്ട, ഒറ്റയ്ക്ക് പൊയ്ക്കോ, അങ്ങനെയൊക്കെ ചെയ്യണോ, അങ്ങനെയൊക്കെ മനസ്സിനെ മാറ്റുക. അല്ലാതെ നമുക്ക് തന്നെ നമ്മളെ മാറ്റാൻ പറ്റുള്ളൂ. ഇനി ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവരെ വിളിച്ചുകൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സിനെ ഡീഡയറക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം. ശരിയായിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കഴിഞ്ഞു. ഇതില് ഐക്യു പറഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായ ഒരാള് ആരാണെന്നാമത്? ഐക്യു കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് ഞാനാ ചോദിച്ചേ. ശരിയാക്കി തരാം കേട്ടാ, ശരിയാക്കി തരാം. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഐക്യു ഒന്നും കണ്ടുപിടിക്കാനില്ല പിള്ളേരെ. അതിന്റെ അതവിടെ പറഞ്ഞപ്പോ ഞാനൊരു ഇത് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു തന്നാ പിന്നെ ചോദിച്ചു തന്നെ പറഞ്ഞു തരണ്ടേ. ഓക്കെ, അപ്പൊ ഇന്റലിജൻസിന്റെ ഫാദർ എന്ന് പറയും, ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് കണ്ടുപിടിച്ചത് ആൽഫ്രഡ് ബിനെറ്റ് ആണ്. ഓർത്ത് വെക്കുക, ആൽഫ്രഡ് ബിനെറ്റ് ആണ് ഇന്റലിജൻസ് കോഷ്യന്റ് ഐക്യു കണ്ടുപിടിച്ചത്. ഓക്കെ, ഇന്റലിജൻസ് ഐക്യു ടെസ്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് ബിനെറ്റ്. ഓക്കെ, മിണ്ടല്ലേ ALFRED ആൽഫ്രഡ് ബിനെറ്റ്, BINET ബിനെറ്റ്, ആൽഫ്രഡ് ബിനെറ്റ്. ഫാദർ ഓഫ് ഐക്യു ടെസ്റ്റിംഗ് ആണ് ആര്? ആൽഫ്രഡ് ബിനെറ്റ്. ഓക്കെ, ഇനി നിങ്ങളിത് വേറെ പേര്, ഒരു പേര് വേറെ ഒരെണ്ണം കാണാം ഐക്യു എന്ന് കാണുമ്പോ. വില്യം സ്റ്റേൺ എന്നൊരു പേര് കാണും നിങ്ങൾ. അദ്ദേഹമാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് ഐക്യു എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അദ്ദേഹമാണെങ്കിലും ഫാദർ ആയിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? നമ്മളെ ആൽഫ്രഡ് ബിനെറ്റിനെയാണ്. കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? വില്യം സ്റ്റേൺ ആണ് കേട്ടോ. വില്യം സ്റ്റേൺ ആണ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതൊന്ന് ഓർത്തിരുന്ന മതി, കേട്ടോ. പക്ഷെ ഫാദർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? ആൽഫ്രഡ് ബിനെറ്റിനെയാണ് കേട്ടോ. യെസ്, ഇനി നമ്മൾ പറഞ്ഞു ഐക്യു കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെന്റൽ ഏജ് ബൈ chronological age into 100. അതൊന്ന് എഴുതി വെച്ചേ. മെന്റൽ ഏജ് ബൈ chronological age into 100. MA by CA into 100. Mental age by chronological age into 100. അതിന് ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത്? MA by CA into 100. അത്ര എഴുതിയോ? എഴുതിയോ? ഇനി മെന്റൽ ഏജ് എന്താണെന്ന് എഴുതിയേ. മെന്റൽ ഏജ് MA എന്നിട്ടിട്ട് അത് എന്താണെന്ന് എഴുതി. MA is the age at which an individual is the age at which an individual. ഒന്നുകൂടി പറയാമോ? Mental age is the age at which an individual perform intellectually. ഒന്നുകൂടി പറയാം. മെന്റൽ ഏജ് എന്താണ്? is the age at which an individual perform intellectually. എഴുതിയോ? ഇനി chronological age എന്താന്ന് എഴുതിയ? chronological age സ്പെല്ലിംഗ് വേണോ? CHRONOLOGICAL chronological age. CA chronological age എന്താണ്? is the individual's actual age. അതായത് ഒരാളുടെ യഥാർത്ഥ വയസ്സ് is the individual actual age. Okay.
ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ദ ഏജ് അറ്റ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ പെർഫോം ഇന്റലക്ച്വലി. അതായത് ഇപ്പൊ 10 വയസ്സുള്ള ഒരു കുട്ടി, പക്ഷെ 10 വയസ്സാണ് അവന്റെ യഥാർത്ഥ വയസ്സ്. അതാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോ ആരാണിപ്പോ തസ്നിക്ക് ഇപ്പൊ 10 വയസ്സുണ്ട്, പക്ഷെ തസ്നിയുടെ പെരുമാറ്റം, തസ്നിയുടെ ഇന്റലക്ച്വൽ ലെവൽ എങ്ങനെയാണ്? 15 വയസ്സുള്ള കുട്ടിയുടെ ബിഹേവിയർ ആണ്. 15 വയസ്സുള്ള കുട്ടിയുടെ രീതിയിലാണ് തസ്നി ബിഹേവ് ചെയ്യുന്നത്, പഠിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ 15 വയസ്സുള്ള ഒരാളുടെ പോലെയാണ് തസ്നി കാണിക്കുന്നത്. മനസ്സിലായോ? അതാണ് എന്ത് മെന്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ 10 വയസ്സ് നമ്മുടെ യഥാർത്ഥ വയസ്സാണ്, പക്ഷെ 10 വയസ്സിലെ പെരുമാറ്റമോ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബുദ്ധിയെല്ലാം നമുക്കുള്ളത് എത്ര വയസ്സിലാണ്? 15 വയസ്സിലാണ്. മനസ്സിലായോ? ആ വേരിയേഷൻ മനസ്സിലായോ? അത് ചിലവർക്ക് കുറവായും ഇരിക്കല്ലോ മാം. ഇപ്പൊ ഒരു 35 വയസ്സാണെങ്കിൽ ഒരു 10 വയസ്സിന്റെ ആ ഒരു ക്യാരക്ടറും കാണിക്കാലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. നമ്മൾ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരാളുടെ ഇപ്പൊ എം എ എന്ന് പറയുന്നത് അയാൾ കാണിക്കുന്ന വയസ്സ്, അതായത് അയാളുടെ ഇന്റലക്ച്വൽ ബുദ്ധി വരുന്നത്. അതായത് ഇപ്പൊ 10 വയസ്സ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പറയാം, ഒന്ന് എഴുതിയെടുത്തേ നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, പ്രായത്തേക്കാൾ മുതിർന്ന പെരുമാറ്റം നമ്മൾ നോക്കുമ്പോഴാണ് IQ ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എഴുതി. If a 10-year-old child, if a 10-year-old child, ഇത് കഴിഞ്ഞിട്ടാണ് കാര്യം പറയാം കേട്ടോ. If a 10-year-old child, എഴുതിയോ? Perform intellectually. If a 10-year-old boy അല്ലെങ്കിൽ old child performs intellectually at the level of a 12 years old. At the level of a 12 years, 12 വയസ്സ്, 12 years old, 12-year-old. അത്ര എഴുതിയോ? ഒന്ന് ശ്രദ്ധിച്ചേ. If a 10-year-old child perform intellectually at the level of a 12-year-old, അതായത് 10 വയസ്സുള്ള ഒരു കുട്ടി ആണോ? 10 വയസ്സാണോ? 10 വയസ്സാണോ? അതെ. 10 വയസ്സുള്ള കുട്ടി എങ്ങനെ ഇന്റലക്ച്വലി ഉള്ള പെരുമാറ്റം, ഏത് വയസ്സുള്ള പെരുമാറ്റം പെരുമാറുന്നു എന്നാണ് പറയുന്നത്? 12 വയസ്സുള്ള കുട്ടി കണക്കാക്കും. IQ വെച്ച് IQ ഒന്ന് കണക്കാക്കി. എങ്ങനെയാ? 12/10 into 100. എത്രയാണ്? 12/10 into 100. അങ്ങനെ 120 കിട്ടും. Their IQ would be equal to IQ is equal to 12/10 into 100. എത്ര കിട്ടും അപ്പൊ IQ? 120. അദ്ദേഹത്തിന്റെ IQ എത്രയാണ് അപ്പൊ? 120 ആണ്. 120 എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിലായിരിക്കും? 120 എന്ന് പറയുന്നത്? അതിന്റെ നോട്ട് ഞാൻ അയച്ചു തന്നിട്ടില്ല അല്ലേ? ജീനിയസ് ആയിരിക്കും. സുപ്പീരിയർ അല്ലെ? 120 എന്ന് പറയുന്നത് സുപ്പീരിയർ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, യെസ്. ഇനി ഇതേപോലെ നമുക്ക് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഏതാണ്? മെന്റൽ ഏജ് എന്ന് പറയുന്നത് ഒരു കുട്ടി പ്രായത്തിൽ കവിഞ്ഞ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആ ഏജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെന്റൽ ഏജ് എന്ന് പറയുന്നത്. അതായത് 10 വയസ്സുള്ള കുട്ടി 12 വയസ്സുള്ള ബുദ്ധിയുടെ പെരുമാറ്റം പെരുമാറുന്നു അല്ലെ? ഇന്റലക്ച്വൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ കുട്ടിയുടെ IQ കാണുന്നത് എങ്ങനെയാണ്? മാനസിക വയസ്സ് ബൈ കാലിക വയസ്സ് ഇൻറ്റു 100. ഇതാണ് മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100. ഇപ്പൊ 12/10 ഇൻറ്റു 100 എത്ര കിട്ടി? 120. അതുപോലെ ഏജ് മാറ്റി, നിങ്ങൾ ഈ ഏജ് മാറ്റി വെച്ച് കണക്ക് കൂട്ടി നോക്കുക കേട്ടോ. അപ്പൊ ഓരോ കാറ്റഗറീസ് കിട്ടും. അതിന്റെ നോട്ട്സ് ഞാൻ ഇട്ടിട്ടില്ല അല്ലെ? ഇതിന്റെ ഒപ്പം ഇടാം കേട്ടോ. ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത്? ഇപ്പൊ 90 മുതൽ 109 വരുന്നതാണ് ആവറേജ് കാറ്റഗറിയിൽ വരുന്നത്. നമ്മുടെ ബുദ്ധി 90 മുതൽ 109 വരുന്നതാണ് എന്ത്? ആവറേജ് ആയിട്ടുള്ളവര്. 80 മുതൽ 89 വരുന്ന IQ ആണ് എന്ത്? ലോ ആവറേജ് എന്ന് പറയുന്നത്. 70-79 ആണ് എന്ത്? ബോർഡർ ലൈൻ. ബോർഡർ ലൈൻ എന്ന് വെച്ചാല് സ്ഥിരം കുറവുള്ള ആൾക്കാർ ബോർഡർ ലൈനിൽ നിൽക്കുള്ളൂ.
പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇഡിയറ്റ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇവിടെ ഇഡിയറ്റ്സിന്റെ പ്രായം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇഡിയറ്റ്സ് അവരുടെ ഐക്യു എങ്ങനെയായിരിക്കും? 25 ബിലോ 25 ആണ് ഇഡിയറ്റ്സ് അല്ലെ. അടുത്തത് ഇംബീസിലെ ഐക്യു എത്രയാണ്? 25 എപ്പോ ആണോ? യെസ് 20 to 49, അതായത് 20 മുതൽ 49 വരെയുള്ള ഒരു ഐക്യു ലെവൽ ആയിരിക്കും വരുന്നത് ഇംബീസിലേക്ക് വരുന്നത്. ഈ മോറോൺ കാറ്റഗറിയിലോ? മോറോൺ മൂഢബുദ്ധിക്കാര് അതും 25ന്റെ എത്രയായിരിക്കും? 50 to 70, 50-നും 70-നുള്ളിലായിരിക്കും അവരുടെ ഐക്യു വരുന്നത് കേട്ടോ. 50-നും 70-നുള്ളിൽ. നിങ്ങൾ അത് ആ ചാർട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് നോക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനില്ല കേട്ടോ, എക്സ്ട്രാ പഠിക്കുന്നതാണ്. ഐക്യു കാൽക്കുലേറ്റ് ചെയ്യണ്ട, ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട്. ഐക്യു എന്ന് പറയുന്നത് ഏറ്റവും വലിയ സൈക്കോളജിയിൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് സിമ്പിൾ ആയിട്ടൊക്കെ പഠിച്ചെടുക്കേണ്ട പള്ളികള്. ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്സേ, ഇപ്പൊ മിസ് പറഞ്ഞത് ടോട്ടൽ ഒരു ബുദ്ധിയുടെ കാര്യല്ലേ, ഐക്യുവിന്റെ കാര്യല്ലേ പറഞ്ഞത്? ഒരാളുടെ സാധാരണ ഐക്യു അല്ലേ? അപ്പൊ ടോട്ടൽ അല്ല, ഇത് 144 വരെയൊക്കെ പോകാം, അല്ലെങ്കിൽ 150, 160 ഒക്കെ പോകാം. നമ്മുടെ ഐസ്റ്റീന്റെ ഒക്കെ എത്രയാണെന്ന് അറിയാവോ? ആൽബർട്ട് ഐസ്റ്റീന്റെ ഒക്കെ 244 വരെയൊക്കെ പോകും. നമ്മുടെ ആ കാണിക്കുന്ന പ്രായം വ്യത്യസ്തമായിരിക്കുള്ളൂ. 100-ലല്ല ഇത് നമ്മൾ നോക്കുന്നത്. അതായത് അതിന് വേറെ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഐക്യു ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടല്ല അത് കണ്ടുപിടിക്കുന്നത്. അതിന് ഐക്യു കണ്ടുപിടിക്കുന്നതിന് പല വേരിയേഷൻ ടെസ്റ്റുകൾ ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ബേസിക് മാത്രം, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പല ലെവൽ ഓഫ് പല കാൽക്കുലേഷൻസിലൂടെ പല ഇക്വേഷൻസിലൂടെ ഐക്യു കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അദ്ദേഹത്തിന് ആൽബർട്ട് ഐൻസ്റ്റീനും പിന്നെ വേറൊരു സൗണ്ട് കുറഞ്ഞു പോയി, കേൾക്കുന്നില്ല ശരിക്കും. ആഫ്രിക്കയിലെ ഒരു പേഴ്സൺ ആണ് ഏറ്റവും കൂടുതൽ ഐക്യു കണക്കാക്കിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐൻസ്റ്റീൻ ആണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഏറ്റവും കൂടുതൽ ഐക്യു വന്നത്. കൗണ്ട് ചെയ്യാൻ ഓർക്കുന്നില്ല കേട്ടോ, നമ്പർ ചെയ്യാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് മാത്രമല്ലാതെ വേറെ ഇക്വേഷൻസ് ഉണ്ട്. മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും മാത്രമല്ല, ഇത് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്. ആൽഫ്രഡ് ബിനെറ്റ് കണ്ടെത്തിയ ഐക്യു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷൻ. ഇതൊന്നുമല്ല, ഇതിന് കൂടുതലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി വേറെ ഇക്വേഷൻസ് അതിൽ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ പഠിക്കേണ്ടത് എനിക്ക് അറിയാനുമില്ല, അറിയാനും പാടില്ല നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട്. അല്ല മിസ്സേ, നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് നോക്കൂലേ കുട്ടികൾക്ക്? ഇപ്പൊ മാത്സിൽ കുറവുള്ളവരുണ്ടാവും, സയൻസിൽ കൂടുതൽ മാർക്ക് മേടിക്കുന്നുണ്ടാവും. അപ്പൊ ആ കുറവ് മാർക്ക് വെച്ചിട്ട് ഇപ്പൊ ഈ ഏജ് വെച്ച പോലെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അതിന് വേറെയാണോ? മാർക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല, ഏജ് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ ഇങ്ങനെയാണ്, ഇപ്പൊ 10 വയസ്സുള്ള കുട്ടി 12 വയസ്സിന്റെ ഇന്റലക്ച്വൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്, അങ്ങനെയുള്ളത് കാണിക്കാൻ പറ്റും നമുക്ക്. അല്ലാതെ മാർക്കിന്റെ ബേസിസിലല്ല. അവിടെ മാർക്കിന്റെ കാര്യം വരുന്നുണ്ടോ ഇക്വേഷനില്? ഇല്ല കേട്ടോ. നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഐക്യു ടെസ്റ്റ് ചെയ്യുന്നത്. യെസ്. ഇനി വെരി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ളവര്, എല്ലാ കഴിവുകളും എല്ലാ ഏബിലിറ്റീസ് ഉള്ളവരുണ്ടാവും. അവരുടെ ഐക്യു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 144 മേളിൽ വരുന്നത്. 140 ഹൈ ആണ്. എന്താണ് ശിവ പറഞ്ഞ? അതായത് ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഐക്യൂസ് കൂടുതൽ ഐക്യു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഐക്യു വേണമെങ്കിൽ ഒന്ന് സ്വന്തമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. പഠിക്കാൻ കഴിവുണ്ടെങ്കിലും പെരുമാറാനുള്ള പക്വത ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഐക്യു ഒക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ? ആ വ്യത്യാസം എന്താ? അതല്ലേ നമ്മൾ പറഞ്ഞു. അവരുടെയൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് 70 താഴെ ആയിരിക്കുള്ളൂ, ബോർഡർ ലൈനിൽ താഴെ വരുന്ന കുട്ടികളായിരിക്കും. നമ്മൾ ഏത് കാറ്റഗറിയിൽ വരുമെന്നറിയോ? 91 അല്ലെങ്കിൽ 90, 150 കാറ്റഗറിയിലായിരിക്കുള്ളൂ നമ്മൾ വരുന്നത് എല്ലാവരും. മിക്കവാറും ആവറേജിലായിരിക്കും അല്ലെ? ജിക്ക് നല്ല ഹൈ ആയിരിക്കും, പക്ഷെ പെരുമാറാനുള്ള മെച്യൂരിറ്റി ഇല്ല. നസ്രിഫ ചോദിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ബിഹേവിയറിൽ നിന്ന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അക്കാദമിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്സിൽ നിന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ആ കുട്ടി നമുക്ക് ക്ലാസ്സിലിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് പഠിക്കുന്ന കുട്ടീനെ കാണാൻ പറ്റും. അതായത് 6 വയസ്സുള്ള പെരുമാറ്റം ആയിരിക്കില്ല കുട്ടി കാണിക്കുന്നത്. 6 വയസ്സേ കുട്ടിക്കുള്ളൂ, പക്ഷെ ഒരു 10 വയസ്സിന്റെ അല്ലെങ്കിൽ 12 വയസ്സിന്റെ പെരുമാറ്റം കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഐക്യു കാൽക്കുലേറ്റ് ചെയ്താൽ മനസ്സിലാവും അതിന് അത്രത്തോളം ജീനിയസ് ആയിരിക്കുള്ളൂ.
അതുകൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത്. ഐക്യു വ്യത്യാസം ഉണ്ടാവും. ഇന്റലിജൻസ് നമ്മുടെ ബ്രെയിൻ്റെ നമുക്ക് അതിലെ എല്ലാവരുടെ മാം ഞാൻ ബ്രെയിൻ ചോദിക്കാൻ കാരണം എന്തറിയോ, എന്റെ മോളിപ്പോ പഠിക്കുന്നതെല്ലാം നല്ല വൃത്തിക്ക് പഠിക്കും, എല്ലാം ചെയ്യും. പക്ഷേ മെച്യൂർഡ് ആയിട്ട് ഒന്നും ചെയ്യാനറിയില്ല. അവളെല്ലാം ഞാൻ വിളിക്കല് മറ്റേ ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെ ഓളേതായ ലോകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടോ. അത് ചിലപ്പോ ബോർഡർ ലൈനിലായിരിക്കും, അത് മാറിക്കോളും. ചിലപ്പോ ചിലവരുടെ സ്റ്റേജസ് അനുസരിച്ച് മാറും കേട്ടോ. പഠിക്കുന്നെല്ലാം ഫുൾ നല്ല ക്ലാസ്സിൽ ഫസ്റ്റ് എല്ലാം ഓൾക്ക് തന്നെ. പക്ഷെ ഇങ്ങനെ 20 നമ്മ വയസ്സായിട്ട് മാറിയിട്ടില്ല പറയുന്നത് മാം. 10-20 വയസ്സായിട്ട് മാറിയിട്ടില്ല. ഇത് നമ്മുടെ തിയറീസിൽ പറയുന്നല്ലേ, ഇതിൽ എത്രത്തോളം സത്യമായിട്ട് ഒരുപാട് പേരിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ് കേട്ടോ. എന്താ ആയിക്കോട്ടെ. അപ്പൊ സമാധാനമായിട്ട് 90 മേലെയാണ് നമ്മളൊക്കെ, 90 ഇടയിലായിട്ടാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചിരുന്നുള്ളൂ കേട്ടോ, സമാധാനത്തിന്. യെസ്. പിന്നെ എന്താണ്, ഇനിയിപ്പോ ഇങ്ങനെ ഐക്യൂന്റെ ക്വസ്റ്റ്യൻ ഇടാലോ പരീക്ഷയ്ക്ക്. ഇപ്പൊ പറഞ്ഞു തന്നല്ലേ. ക്വസ്റ്റ്യൻ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ. ഡിഫൻസ് വേക്കൻസിന്റെ ക്വസ്റ്റ്യൻ വായിച്ചല്ലേ നിങ്ങള്? ഇങ്ങനെയുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ. ഇതിന് മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ മറന്നുപോയില്ലേ? എന്താണ് സബ്ഡിവിഷൻ, എന്താണെന്ന് മറന്നുപോയി. റിഗ്രഷൻ എന്താണെന്നൊക്കെ മറന്നില്ലേ നിങ്ങള്? മറന്നുപോയിട്ടുണ്ട്. റാഷണലൈസേഷൻ എന്താണ്, നെഗറ്റീവ് ഫാന്റസി, ഇമാജിനേഷൻ ചിലപ്പോ വേണമെങ്കിൽ ഓർക്കും, ഡേ ഡ്രീമിംഗ് ഒക്കെ ഓർക്കും. അത് വേണമെങ്കിൽ അറിയാൻ പറ്റും. നെഗറ്റീവ്സും അറിയാൻ പറ്റും, പ്രൊജക്ഷനും അറിയാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ കെട്ടുപണഞ്ഞ് കിടക്കരുത്, ഒക്കെ വിട്ടുപോയിട്ടുണ്ടാവും. നിങ്ങൾ ഇനി പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നോക്കിയോട്ടെ, അതിൽ കിടന്ന് തപ്പിത്തടയും. അപ്പൊ ഡിഫൻസ് വേക്കൻസി നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഏറ്റവും ടഫായുള്ള ഭാഗങ്ങൾ അവിടെ നിന്നായിരിക്കും വരുന്നത്. പഠിക്കാം. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കഴിഞ്ഞപ്പോ പാർട്ട് 1, 2 കംപ്ലീറ്റഡ് ആയില്ലേ ചാപ്റ്റേഴ്സ്? പറയൂ, കംപ്ലീറ്റ് ആയില്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇല്ല. എല്ലാവരും പറഞ്ഞ, എല്ലാവരും നോക്കി ആണോ? ഒപ്പാണോ? കിട്ടിയിട്ടില്ല. ഞാനല്ലേ എടുത്തത് അല്ലേ? പറയാട്ടാ. MDH. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലെ ക്വസ്റ്റ്യൻസും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടാ. കുറച്ച് വളരെ കുറച്ച്. നിങ്ങൾക്കറിയാലോ, സബ്ജക്ട് സൈക്കോളജി ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് അത്ര സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുമോ? കുറച്ച് ഈ ഒരു സബ്ജക്റ്റിന്റെ മാന്യതയിൽ നമ്മൾ കാണിക്കേണ്ടേ അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നത് കേട്ടോ. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഇടുന്നതല്ല, അങ്ങനെ ഇടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇടുന്നതാണ്. നമ്മുടെ ബുദ്ധി പുറത്തേക്ക് വരണ്ടേ, ഇതൊക്കെ ചിന്തിച്ച് ക്വസ്റ്റ്യൻ കണ്ട് ഇങ്ങനെ പൊക്കയുണ്ട് തല, അതിനു വേണ്ടിയാണ് അങ്ങനെ ചോദ്യങ്ങൾ ഇടുന്നത്. ഓക്കെ മാം, ഒരു ഡൗട്ട് വെച്ചോട്ടെ. അമ്മേ, എന്താണ് നഫ്ല? അറിയാമെങ്കിൽ പറഞ്ഞത്. സീരിയസ് ആയിട്ടുള്ളതൊന്നല്ല, ജസ്റ്റ് അഥവാ നമ്മളൊരു സബ്ജക്റ്റില് ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ? ഏത് സബ്ജക്റ്റില്? ഈ മോണ്ടിസോറിയില? നല്ല അടിയുള്ളൂ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ. ഇത്രയും പറഞ്ഞു ഓപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും? പരീക്ഷയിൽ മര്യാദക്ക് പഠിച്ച് എഴുതിയാൽ മതി. വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങോട്ട് നന്നായിട്ട് പഠിക്കും. മോക്ക് ടെസ്റ്റ് വരുന്ന ക്വസ്റ്റ്യനില്ലേ, അതൊക്കെ നിങ്ങൾ പഠിച്ചോ. എവിടെ നോക്കാൻ പോണത്? നല്ലൊരു ചോദ്യം. അങ്ങനെയല്ലേ ചോദിച്ചത്. ഇപ്പൊ പാർട്ട് എക്സാം വരുന്ന എനിക്ക്. അപ്പൊ ഞാൻ ടീച്ചർ ഒരാളെ പോലും ഞാൻ മാർക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടാ. അങ്ങനെ വന്നാലേ എനിക്ക് ഫസ്റ്റ് മാർക്ക് അറിയാൻ പറ്റും. ഞാനാണ് വാല്യുവേഷൻ ചെയ്യുന്നത്. മാം ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ, ഞാൻ ഇവരെ ഒന്ന് കല്യാണം വിളിച്ചോട്ടെ മാം. അതിനുവേണ്ടി ഇപ്പൊ കേറി. മാം ആൻഡ് ഓൾ ദ ക്ലാസ്മേറ്റ്സ്, എനിക്ക് ടെൻഷനാണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. രാവിലെ ഇവിടെ വിളിച്ചു. ഇന്ന് ക്ലാസ് രാവിലെ കയറണമെന്ന് വിചാരിച്ചു, സംസാരിച്ചുകൊണ്ടിരുന്ന ടൈം പോയി. പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് കയറിയതാ. ഇന്ന് വിളിച്ചില്ല. ഇനിയും ദിവസം കഴിയുന്നതോറും അങ്ങ് ടെൻഷൻ ആവുമ്പോ പിന്നെ പറയാൻ അങ്ങോട്ട് അടുക്കത്ത് വരുമല്ലേ ദിവസം. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ എന്റെ മോന്റെ മാരേജ് എൻഗേജ്മെന്റ് ജൂലൈ 3-ാം തീയതി
വാളകത്ത് ലാൻഡ്മാർക്ക് ജയദേവസാറിനോട് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ബാംഗ്ലൂരിലെ ഏത് ഓഡിറ്റോറിയം എന്നപ്പോ ഞാൻ പെട്ടെന്ന് മറന്നുപോയി. പെട്ടെന്ന് പറയാൻ പറ്റില്ല. എന്നെ സാറിന് കുറി അയച്ചിട്ടുണ്ട്. സാറ് കണ്ടോ എന്തോ, സാറിന് തിരക്കല്ലേ. എന്നാലും ഞാൻ പറയണ പിന്നെ കുറി അയച്ചു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴേ എന്തേലും വിട്ടുപോകുന്നെങ്കിൽ എല്ലാരും അതൊക്കെ ക്ഷമിക്കും. വാളകത്ത് ലാൻഡ്മാർക്ക് ഓഡിറ്റോറിയം ജൂലൈ 3-ാം തീയതി 11 മണിക്ക് എൻഗേജ്മെന്റ് ദൈവത്തിൽ ആശ്രയിച്ച് ഞങ്ങള് 2 കുടുംബക്കാരും ഞങ്ങളുടെ സഭാ നേതൃത്വം വഹിക്കുന്നവരും കൂടെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു. പിന്നെ മാര്യേജ് ബാംഗ്ലൂർ ഏലഹട്ട് എന്ന ഓഡിറ്റോറിയത്തില് ജൂലൈ 12-ാം തീയതി ഈവനിങ് 4 o'clock ഞങ്ങള് 2 കുടുംബക്കാരും ഞങ്ങളുടെ സഭാ നടത്തിപ്പുകാരും കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്ക് വരാൻ ഇവിടെ രണ്ടിടത്തും സാഹചര്യം അനുവദിക്കുന്നുവെങ്കിൽ വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമായിരിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ് കേട്ടോ. എല്ലാവിധ ഭാവുകങ്ങളും മകൾക്കും നേരെയാണ്. ഞങ്ങൾ എല്ലാവരും കേൾക്കാം. ഓക്കെ നല്ലൊരു മോളെ. എനിക്ക് പെൺമക്കളില്ലായിരുന്നു, 2 ആമക്കളെ ഉള്ളായിരുന്നു. ദൈവം നല്ലൊരു മോളെ തന്നു. വളരെ സന്തോഷമുണ്ട്. പൊന്നുപോലെ നോക്കിക്കോളാം. അയ്യോ, അങ്ങനൊക്കെ തന്നെ. നമുക്ക് അവരല്ലേ ആമക്കൾ കൊണ്ടുവരുന്ന പെൺമക്കളെ ഉള്ളല്ലോ, വേറെ മക്കളില്ല അല്ലേ. പിന്നെ അവരെ നോക്കാതെ എന്താ ചെയ്യുന്നത്? ശരി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. നമ്മളിവിടെ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞോണ്ടിരുന്നേ? ക്വസ്റ്റ്യൻസ് ഒരു കാര്യം, നമ്മുടെ മോഡൽ എക്സാം ഇത്രയും പഠിച്ചിട്ട് പാസ്സാവോ തോക്കോ ഇനി വേറെ പരീക്ഷ ഉണ്ടാവും. ഒരു സെക്കൻഡ് ചാൻസ് എന്തായാലും ഞാൻ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾക്ക് തരില്ല എന്നൊന്നും തരില്ല. നിങ്ങൾ ഇങ്ങനെ ഒരു പരീക്ഷ എഴുതില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ആരാ ചോദിച്ചത്? അഫ്ലയാണോ ചോദിച്ചാൽ? ഞാനാ ചോദിച്ചത്. അത് ഓപ്ഷൻ ഉണ്ടോന്ന് ചോദിച്ചത്. ഇപ്പൊ ഒരു മനസ്സിനൊരു പേടി പോലെ. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ്, ഞങ്ങൾ ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ചിട്ട് ധൈര്യമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തോ. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മനോഭാവം ആയിരിക്കില്ല കേട്ടോ. അത് ഞാൻ ഉറപ്പ് വരുന്നു. മോഡൽ എക്സാമിന്റെ ഡേറ്റ് എന്തെങ്കിലും തീരുമാനിച്ചോ? മോഡൽ അല്ലല്ലോ, നമുക്ക് ടേം എക്സാം ആണ് കേട്ടോ. പാർട്ട് 1-ഉം 2-ഉം കൂടി ഒരു എക്സാം ആയിരിക്കും. 50 മാർക്കിന്റെ. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതെന്നാ ഡേറ്റ് വല്ലതും പറഞ്ഞോ? ഡേറ്റ് ഇപ്പോ അടുത്ത വീക്കിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എന്റെ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങളോട് ടൈമൊക്കെ ഷെഡ്യൂൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ടൈം ഷെഡ്യൂൾ ഒക്കെ സെറ്റ് ചെയ്യാൻ ക്ലാസ് തുടങ്ങിയപ്പോ പറയുന്നത്. ഇപ്പൊ അതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പൊ ഇന്ന് മുതലങ്ങ് പഠിച്ചോ. തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇന്ന് മുതലേ ഇരുന്ന് പഠിച്ചോളൂ. ഒരു ടെൻഷൻ ആർക്കും വേണ്ട. സമയമുണ്ട്, ഒരു 2-3 ആഴ്ച സമയമുണ്ട് കേട്ടോ. എനിക്കൊന്നും ക്ലാസ്സിൽ കയറാൻ പോലും സമയം കിട്ടാറില്ല മാം. ഡേ കെയർ നടത്തുവാ. ഞാനൊക്കെ എങ്ങനെ പരീക്ഷ എഴുതുവാ? നമ്മൾ തന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത്രയും ചെയ്താൽ മതി. നിങ്ങൾ അത്രയും ചെയ്യാം. നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ റിസൾട്ട് ഉണ്ടാവും നമുക്ക് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വീക്ക് ഉണ്ടാവില്ല. അറിയിക്കും. വേണമെങ്കിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് തമന്നില്ലല്ലേ ക്ലാസ്സില്? പിള്ളേരുമായിട്ട് കുസ്തി പിടിക്കുക. പിള്ളേര് ഓടി കളിക്കണം ക്ലാസ്സില്. ജ്യോതി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കേട്ടില്ല. ഇല്ല മാം, ഇന്ന് എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ചോദിച്ചപ്പോ അവര് സേന്റെ കാര്യം ചോദിച്ചതാണെന്ന് പറഞ്ഞു. മാം, ഒന്നാമത്തെ ഞാനിപ്പോ ചെന്നൈയിലെത്തി മാം. എനിക്കിപ്പോ പഠിക്കാൻ തീരെ സമയം കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ലോയോലോ കോളേജിൽ എനിക്കൊരു ക്യാൻറ്റീന്റെ അക്കൗണ്ട്സ് നോക്കാനുള്ള പണി കിട്ടി മാം. ഞാൻ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് സെറ്റിൽഡ് ആയി. ഒരു 3 മാസത്തേക്ക്. അതിനുശേഷം ഞാൻ അങ്ങോട്ട് തന്നെ വരും, കേരളത്തിൽ തന്നെ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ശരി, ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? മനസ്സ് അതിൻ്റെതായ ഒരു ലോകമാക്കി മാറ്റരുത്. മനസ്സിന് നരകത്തെ സ്വർഗമാക്കാനും സ്വർഗത്തെ നരകമാക്കാനും കഴിയും. അവനവന്റെ മനസ്സ് അവനവന്റെ കയ്യിലാണ്. എങ്ങനെയാകണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, താങ്ക് യു മാം. സൈൻ ഔട്ട് ബൈ പ്രസീത ഫ്രം തൃശ്ശൂർ. പ്രസീതയുടെ ഡയലോഗ് ആണോ കോട്ട്? അതെ. ഓക്കെ, നല്ല കാര്യം. സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മാം.